ലൈഫ് ടു ലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങി പുതിയ അക്കാഡമിക് ഇയറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ അക്കാഡമിക് ഇയറിൽ നമുക്ക് എപ്പോഴും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്താണ് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്യം? എന്താണ് ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഇപ്പൊ സാധാരണ നമ്മളൊരു സ്ഥലത്തേക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കും അല്ലെ. ആ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മൾ എവിടെയാണോ എത്തിപ്പെടേണ്ടത് ആ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുക. അപ്പൊ ലക്ഷ്യവും അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവിക്കായി വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. ഈ ലക്ഷ്യം എന്തായിരിക്കും? ചിലപ്പോൾ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ എനിക്ക് ഡോക്ടർ ആകണം, അല്ലെങ്കിൽ എനിക്ക് നഴ്സാകണം, അല്ലെങ്കിൽ എനിക്ക് എഞ്ചിനീയർ ആകണം, അല്ലെങ്കിൽ എനിക്ക് സയന്റിസ്റ്റ് ആകണം. അങ്ങനെ നമ്മൾ ആഗ്രഹങ്ങളായിരിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പരിശ്രമങ്ങൾക്ക് ദിശ നൽകുന്ന ഒരു മാർഗത്തെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലക്ഷ്യം എന്ന് പറയുക. അപ്പൊ നമുക്കറിയാം, നമുക്ക് എപ്പോഴും ലക്ഷ്യം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഈ ലക്ഷ്യം നമ്മളെ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റും. നമ്മൾ പഠനമാണെങ്കിൽ അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന സമയത്തെ കൂടുതൽ ഫലപ്രദമായിട്ട് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ കാര്യം, നമുക്ക് പ്രചോദനം, ആത്മവിശ്വാസം കിട്ടും, പ്രചോദനം കിട്ടും, കോൺഫിഡൻസ്, മോട്ടിവേഷൻ ഒക്കെ നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇത് വളരെ പതുക്കെ നമ്മുടെ വിജയം കൈവരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. ലക്ഷ്യത്തെ നമുക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് രണ്ട് തരത്തിൽ നമ്മളെ ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമൊന്നുമില്ല. എന്ത് ചെയ്യും? കിട്ടുന്ന സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ പഠിക്കും. ചിലപ്പോൾ പരീക്ഷയുടെ തലേദിവസമായിരിക്കാം. അങ്ങനെ പഠിച്ച് അങ്ങനെ ഒരു പ്രത്യേക ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ പഠിച്ചു പോകും. ലക്ഷ്യമുള്ളൊരു കാര്യം എന്താണ്? അവരെ സംബന്ധിച്ച് അവർ പഠിക്കാനായിട്ട് അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കും. അപ്പൊ ആ ക്ലിയർ പ്ലാന് എപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിന് ആവശ്യമാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ലക്ഷ്യം കൈവരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം പ്രിപ്പയർ, നമ്മൾ തയ്യാറെടുക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ ഫോക്കസ് ചെയ്യുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂന്നാമത്തേത് എനിക്കിത് സാധ്യമാണെന്ന് ചിന്തിക്കുക. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതം നമുക്കൊരു ഗോൾ സെറ്റിങ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മളൊരു ഗോൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 10 അല്ലെങ്കിൽ 12 പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ഒക്കെ ഈ പ്രാവശ്യം ബോർഡ് എക്സാമിന് ഞാൻ 90% മാർക്ക് അല്ലെങ്കിൽ 85% മാർക്ക് മേടിക്കണം എന്നുള്ളൊരു ഗോള്, നമ്മളൊരു ലക്ഷ്യം നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. ഈ ലക്ഷ്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം. രണ്ടാമത്തെ, നിങ്ങളുടെ നമ്മുടെ പ്രചോദനത്തെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ലക്ഷ്യത്തെ ഒന്ന് നിർവചിക്കാനായിട്ട്, ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതെന്താണ്? ഈ ലക്ഷ്യം പിന്തുടരാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുക എന്താണ്? ഒരു മികച്ച ഭാവി നേടുന്ന കാര്യമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നേടുന്നതിന് ലഭിക്കുന്ന അഭിമാനവും നേട്ടബോധവുമായിരിക്കും. ഇതിനു ശേഷം നമുക്ക് ലഭിക്കാൻ പോകുന്ന 90% അല്ലെങ്കിൽ ക്ലാസ്സിലെ ടോപ്പറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന അഭിമാനവും സന്തോഷവും മറ്റുള്ളവർ നമ്മളെ പ്രചോദിപ്പിക്കുന്നതും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കാണാനായിട്ട് ഒന്ന് പരിശ്രമിക്കുക. അതാണ് മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ ഇനി അനുസരിച്ച് ഈ ലക്ഷ്യത്തെ ഒന്ന് തിരിക്കണം, നമ്മളിങ്ങനെ മുറിക്കണം. അതായത് നമുക്ക് 90% മാർക്കാണ് വേണ്ടത്. എന്താണ് ചെയ്യുന്നത്? നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ പോകാനായിട്ട് നോക്കണം. രണ്ടാമത്തെ കാര്യമായിട്ട് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയും അതിൻ്റെ നോട്ടുകൾ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം. സ്കൂളിൽ നിന്ന് തരുന്ന ഹോംവർക്കുകളും അസൈൻമെന്റ്സുകളും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അതോടൊപ്പം എല്ലാ ദിവസവും നമുക്ക് ഒരു സെൽഫ് സ്റ്റഡി, സ്വന്തമായിട്ടിരിക്കും. നമുക്കറിയാം, നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ട്യൂഷനൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഉള്ളൂ. എങ്കിലും നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാനൊക്കെ ആയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. എങ്കിലാണ് നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. ഒരു സ്നേഹമുള്ള കൂട്ടുകാരെ, നല്ലൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് ഈ അക്കാഡമിക് ഇയറിനെ ഏറ്റവും വിജയപ്രദമാക്കി തീർക്കാനായിട്ട് ദൈവം നിങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പുതിയ അക്കാഡമിക് ഇയർ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു.